ഡോക്ടർ വിനീത് കുമാർ, ഇതിപ്പോൾ ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നു. ആ കമ്മിറ്റി സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ്. അതൊരു അന്തിമ വാക്കാണ്. ആ കമ്മിറ്റിയാണ് ആത്യന്തികമായി എല്ലാം തീരുമാനിക്കേണ്ടത് എന്ന മട്ടിലാണ് സർക്കാർ അവതരിപ്പിക്കുന്നത്. അതൊരു സാധാരണ ജിഒയുടെ അടിസ്ഥാനത്തിൽ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ്. അത് കമ്മീഷനല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കമ്മീഷനായിരുന്നുവെങ്കിൽ ആ റിപ്പോർട്ടിൽ കുറച്ചുകൂടി ഗുരുതരമായ തീരുമാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഗൗരവത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് സർക്കാരിന് പോകേണ്ടി വരുമായിരുന്നു, സഭയുടെ മേശപ്പുറത്ത് വെക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ കമ്മീഷനല്ലാതെ അത് കമ്മിറ്റി ആക്കിയതിൽ തന്നെ തുടങ്ങുന്നു വെള്ളം ചേർക്കൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഹേമ കമ്മിറ്റി പറഞ്ഞതുകൊണ്ടാണ് ഒരു കാര്യങ്ങളിലും പുറത്തേക്ക് വിടാത്തത്, അല്ലെങ്കിൽ കേസെടുക്കാൻ കമ്മിറ്റി പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതൊരു ശരിയായ നിലപാടാണോ? അതിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇതിൽ 2017 ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന് പ്രത്യേക ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അതിലൊരു ടേംസ് ഓഫ് റെഫറൻസും ഒക്കെ വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിച്ചിരുന്നു. അത് ഈ സിനിമാ മേഖലയിൽ, അതായത് കേരളത്തിൻ്റെ സിനിമാ മേഖലയിൽ, ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കുന്ന പ്രത്യേകിച്ച് വനിതകൾക്ക് നേരെ ഉണ്ടായിരിക്കുന്ന അതിക്രമങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് നടികൾക്ക് മാത്രമല്ലാതെ തന്നെ സിനിമാ മേഖലയിലെ എല്ലാ തൊഴിൽ മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നവർക്കും പ്രത്യേകിച്ച് ഈവൻ ഒരു ഇക്വാളിറ്റിയുടെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. മാനസിക ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതിജീവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു എന്നുള്ളതും, അതുപോലെ പ്രത്യേകിച്ച് വളരെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു നടിയെ ആക്രമിക്കപ്പെട്ട കേസുമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തുണ്ടായ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ അത് നമ്മൾ നിയമം ഒന്ന് മനസ്സിലാക്കുക. അതൊരു ഫാക്ട്സ് ഫൈൻഡിങ് കമ്മിറ്റിയാണ്. കൂടാതെ ആ കമ്മിറ്റിയിലൊരു വളരെ ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു ബ്യൂറോക്രാറ്റിൻ്റെ ഒരു സാന്നിധ്യം, ഒരു വത്സല മാഡത്തിൻ്റെ IAS സാന്നിധ്യം, പിന്നെ കൂടാതെ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഒരു വനിത റിട്ടയർഡ് ചീഫ് ഹൈക്കോടതി ജഡ്ജി, പിന്നെ ശ്രീമതി ശാരദ. ഇപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ അനുഭവങ്ങളും അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു നിശ്ചയദാർഢ്യമൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ട് നമ്മളൊന്ന് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലായി. എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ടിൻ്റെ ഈ 36 മുതൽ 40 വരെയുള്ള പാരഗ്രാഫ് വളരെ വ്യക്തമായിട്ട്, കാരണം ഇപ്പം നമ്മളെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ്, അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തികൾ, അതായത് ഈ കമ്മിറ്റി പബ്ലിക്കായിട്ട് നോട്ടീസ് കൊടുത്തും അല്ലാതെയും ഒക്കെ നിരവധി ഇതിനകത്ത് അഫക്റ്റഡ് ആയിട്ടുള്ളവരെ അല്ലെങ്കിൽ ഇതിനകത്ത് നടക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിലേക്ക് നോട്ടീസ് കൊടുത്ത് വിളിച്ചപ്പോൾ ആദ്യം നല്ലൊരു ഗ്രൂപ്പ് ഇതിനകത്ത് വരാൻ തയ്യാറായില്ല. തുടർന്ന് വീണ്ടും അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നതിലേക്ക്, അതിനകത്ത് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്, അവരുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തില്ല എന്ന ഉറപ്പ് ഈ കമ്മിറ്റി കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് അവരുടെ ദുരനുഭവങ്ങളും അവിടെ നടക്കുന്നത് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളും വ്യക്തമായിട്ട് അതിനകത്ത് പറയാൻ തയ്യാറായത്. അപ്പോൾ ഈ മൊഴി കൊടുക്കാൻ വന്ന സാക്ഷികളോട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കൊടുത്ത ഒരു ഉറപ്പെന്ന് പറയുന്നത്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി, നിങ്ങൾ എന്താണ് ഞങ്ങളോട് വെളിപ്പെടുത്തിയത് എന്നുള്ള ഫാക്ട്സ് മാത്രമേ ഞങ്ങൾ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ, അവരുടെ ഒരു ഐഡൻറ്റിറ്റി പുറത്ത് വിടില്ല എന്ന ഒരു ഉറപ്പ് കൊടുത്തു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ധൈര്യമായിട്ട് ഒരു വനിത വന്നിട്ട്, ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി നേരിടുന്ന വനിത വന്ന് തുറന്നു പറയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പരാതി ഇല്ല, അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ വില്ലിങ് അല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടാതെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് 40ാമത്തെ പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മലയാള സിനിമ വ്യവസായത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഇഷ്യൂസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് പുറത്തു കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി മാത്രമാണ്, ഗിൽറ്റിയെ എക്സ്പോസ് ചെയ്യാനല്ല എന്നാണ് അതിൽ വ്യക്തമായിട്ട് അടിവരയും കൂടെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കണ്ടതാണ്. അപ്പോൾ അത് പബ്ലിക് ഡൊമൈനിലുണ്ട്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, കൂടാതെ ഇന്നത്തെ ഞാൻ മനസ്സിലാക്കിയത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഞാനും കണ്ടതാണ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് ഹേമ
വ്യക്തിപരമായിട്ട് ഗവൺമെൻറ്റിന് തന്നെ എഴുതിയിരിക്കുന്നു. എന്നോട് തന്ന വാക്കുകൾ വിശ്വസിച്ചാണ്, ഞാൻ കൊടുത്ത വാക്കുകൾ വിശ്വസിച്ചാണ് അവരെന്നോട് ഇതെല്ലാം വെളിപ്പെടുത്തിയത് ഈ സാക്ഷികൾ. ശ്രീ വിനീത് കുമാർ, ഇതൊക്കെ തന്നെ ഇരകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ ക്രിമിനൽ ഒഫൻസസിൽ ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ലല്ലോ. പുതിയ നിയമം അനുസരിച്ച് അങ്ങനെയല്ലേ? ഇരകളുടെ പേര് പറയുന്നില്ല, ഒരു ഘട്ടത്തിലും പറയുന്നില്ല, കോടതിയിൽ പറയുന്നില്ല, FIR-ൽ പറയുന്നില്ല, XOR എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ് ഇരയുടെ പേരുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്നത്? ഇരയുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്, വേട്ടക്കാരുടെ കാര്യത്തിലല്ല. അത് വേട്ടക്കാരുടേതാണ് എന്ന് വ്യാഖ്യാനിക്കുകയാണോ സർക്കാർ എന്നുള്ളതാണ് സംശയം. ഇനി എങ്ങനെ ഈ ഭയക്കുന്ന, പറയാൻ മടിക്കുന്ന, കഷ്ടപ്പെട്ട് ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ മനസ്സ് തുറന്നവർ ഇനി കേസിന് വരണമെന്ന് പറയുമ്പോൾ അവർ വരില്ല എന്ന് സർക്കാരിന് ഉറപ്പാണ്? ഇത് ശരിയായ രീതിയാണോ ശ്രീ വിനീത് കുമാർ? അത് സ്മൃതിയുടെ ഈ ഒരു ചോദ്യത്തിന് എനിക്ക് അതിനകത്ത് ഒരു വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഈ എന്തൊക്കെ തന്നെ വേറെ ഏതൊക്കെ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്താലും ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് മുമ്പോട്ട് പോയി അത് കോടതിയുടെ മുമ്പിലെത്തിയിട്ട് ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി ഉറപ്പാക്കണമെങ്കിൽ അതിൻ്റെ നമുക്ക് വ്യവസ്ഥാപിതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു നിയമ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. അപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ പറയാതെ പബ്ലിക്കിനും സ്മൃതിക്കും വളരെ നന്നായിട്ട് അറിയാം. കാരണം നമ്മുടെ ക്രിമിനൽ നടപടി നിയമം അനുസരിച്ച് ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ചാർജുള്ള അതിനകത്ത് ഒരു ഇൻഫർമേഷൻ, അത് പ്രഥമ വിവരം വളരെ വ്യക്തമായിട്ട് അതിനകത്ത് കൊടുക്കാനുണ്ടാകണം. ആ കൊടുക്കാനുണ്ടായിക്കഴിഞ്ഞാൽ ആ നിയമത്തിൽ പറയുന്നത് പോലെ അത് റെക്കോർഡ് ചെയ്ത് എഴുതിയതിന് ശേഷം ആ പ്രഥമ വിവരം കൊടുക്കുന്നയാൾ ഒപ്പിട്ടിരിക്കണം. അപ്പോഴാണ് FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയുക. അപ്പോൾ ആ FIR രജിസ്റ്റർ ചെയ്യുന്നതാണ് ഫസ്റ്റ് നടപടി ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതിന് ഫസ്റ്റിൽ വേണ്ടത് എന്താണ്? ആദ്യം വേണ്ടത് ഇതിനകത്തൊരു ഇൻഫോർമെൻ്റ് വേണം. ആ ഇൻഫോർമെൻ്റ് ആരായിരിക്കണം എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യനാണ്. ഇൻഫോർമെൻ്റ് ഇല്ലാതെ നമുക്കൊരു ക്രൈം രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന പ്രത്യേക സാഹചര്യം സ്വമേധയാ കേസ് എടുക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ശ്രീ വിനീത് കുമാർ, ഒന്ന് ഇടപെടുന്നത് ക്ഷമിക്കണം. താങ്കൾ പറയുന്നത് കാര്യങ്ങൾ വിശദീകരിക്കാനാണെന്ന് അറിയാം. പക്ഷേ സർക്കാരിന് മുന്നിൽ മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടെന്നേ. മെറ്റീരിയൽ എവിഡൻസ് അടക്കമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയ ക്രൈം ചെയ്തവരുടെ തെളിവുകൾ സർക്കാർ കയ്യിൽ വെച്ചിട്ട് അത് എന്നേക്കുമായി അത് ഒളിപ്പിച്ചു വെക്കുകയാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെയാണ് എന്നല്ല, അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതെല്ലാ കാലത്തേക്കും മൂടി വെക്കാൻ ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടില്ല ശ്രീ വിനീത് കുമാർ. ശരിയാ സ്മൃതി, ഞാനത് ഒരിക്കലും ഏതെങ്കിലും രീതിയിൽ ഗവൺമെൻറ്റിനെ ന്യായീകരിക്കാനോ ഒന്നുമല്ല. പക്ഷേ വ്യക്തമായിട്ട് ഇതിനകത്ത് നമുക്കൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു നിയമമുണ്ട്. FIR രജിസ്റ്റർ ചെയ്താലേ ഇൻവെസ്റ്റിഗേഷൻ സാധ്യമാകൂ. അപ്പോൾ അത് ആര് ഇൻഫർമേഷൻ കൊടുക്കും? ഇൻഫർമേഷൻ കൊടുത്തിട്ട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് അല്ലെങ്കിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ചാർജുള്ള ഓഫീസർക്ക് ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ രജിസ്റ്റർ ചെയ്യാൻ കഴിയണ്ടേ? പ്രാഥമിക അന്വേഷണമെങ്കിലും നടത്താം. ഇപ്പോൾ പോട്ടെ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇതിനകം പരാതി കൊടുത്തിരിക്കുന്നു. DGPക്ക്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.